അമ്മച്ചിയുടെ പേരെന്താ? ഡെയ്സി. ഡെയ്സി. എവിടെ നിന്ന് വരുന്നു? പൊൻകുന്നം. പൊൻകുന്നം. ഏത് കാലാണ് മുട്ടാണ് ഇങ്ങോട്ട് നീങ്ങുന്നത്? ഇടതുകാലാണ്. ഇടതുകാൽ മുട്ട ഊരി പോന്ന എത്ര വർഷമായി? ഞാൻ 3 വർഷമായിട്ട് മുട്ട് കുത്താൻ വയ്യായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കാൽമുട്ട എങ്ങനെ ഊരി പോകാൻ തുടങ്ങിയത്? ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? കുറേ വർഷമായി. കുറേ വർഷമായിട്ട് ഊരി പോന്നു. സാധാരണ എപ്പോഴാണ് തെന്നി ജോലി ചെയ്യുമ്പോഴോ അതെങ്ങനെയാണ്? നടക്കുന്ന വഴി കുഴിയിലോട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, നടക്കുന്ന തെന്നാൻ പോകുമ്പോൾ അന്നേരമൊക്കെ കാൽമുട്ട് തെന്നിപ്പോ അല്ലേ? ഓക്കെ, ഡോക്ടർ എന്താ പറഞ്ഞത്? ഇത് അസ്ഥി അകന്നു പോകുന്നതാണ്, അത് കുറേ നാൾ ചെയ്യണം, മാറുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഓപ്പറേഷൻ ചെയ്താൽ നല്ലതാണെന്ന്. ഓപ്പറേഷൻ ചെയ്താൽ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാൽമുട്ട് സൗഖ്യം കർത്താവ് കൊടുക്കുമോ? വിശ്വാസമുള്ളതെന്ന് കരവത്തി കാണിച്ചേ. എനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ കാൽമുട്ടയിലൊന്ന് സ്പർശിക്കാം കേട്ടോ. എൻ്റെ കാലുകൊണ്ട് ഞാൻ ഈ കാലും ചവിട്ടി. കുഴപ്പമില്ലല്ലോ? ആ കാൽമുട്ടി ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ കാണിച്ചു. പിടിച്ചോ. യേശുവെ നന്ദി. കാല് താത്തു വെച്ചേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി. എന്നെ നോക്കിയേ. യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ട് ഇനി ഊരത്തില്ല. വലിച്ചു കുടഞ്ഞേ, ശക്തമായിട്ട് വലിച്ചു കുടഞ്ഞോ. ഇനി കാലിങ്ങനെ വട്ടം കറക്കിക്കേ. ഇനി നമ്മൾ കാല് ഇങ്ങനെ മുട്ട് തെന്നിക്കുമല്ലോ, ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ തെന്നിച്ചു. തെന്നിപ്പോകത്തില്ല. എന്നെ വേണം ചെയ്തു. ബലത്തിൽ ഇങ്ങനെ വെച്ചു ഈ 2 സൈഡിലേക്ക്. വലിച്ചു കുടഞ്ഞു ഒന്നുകൂടെ. മുട്ടന്ന് കൈയടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ചേച്ചി മുട്ടൊന്ന് തൊഴിച്ചേ. നിന്നെ കരയുന്നേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ബദൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വർഷങ്ങളായിട്ട് ശ്വാസകോശം ചുരുങ്ങി പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ബദലൊരു സാക്ഷി ഇവിടെ പറഞ്ഞു, ഒരാൾ സുഖപ്പെട്ട കാര്യം 70% ഉണ്ടായിരുന്ന ആൾ സുഖപ്പെട്ട. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അത് പുള്ളിക്കാരനായിരുന്നെങ്കിൽ ഈശോയെ നല്ലതായിരുന്നു. അന്ന് തൊട്ട് ശ്വാസം മുട്ടലില്ല. അവിടെ വന്നിട്ട് അപ്പോൾ അന്ന് കർത്താവ് തൊട്ടു. ഹല്ലേലൂയ. ഈ അമ്മയുടെ കണ്ണിലൂടെ ഒഴുകുന്ന ഈ കണ്ണുനീരാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം, സൗഖ്യത്തിൻ്റെ സ്പർശനം. കൃപ. ഓരോ സൗഖ്യവും ഞാൻ പറയും ദൈവസ്നേഹത്തിൻ്റെയും ദൈവ കരുണയുടെയും സ്പർശനമാണ്. എന്താ പേര്? ശ്വാസകോശം എത്ര ശതമാനം പ്രവർത്തിക്കത്തില്ലായിരുന്നു? 40% ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ എല്ലാ ദിവസവും ഇൻഹേലറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും നടക്കാൻ പറ്റത്തില്ല. 100 അടി നടന്നു കഴിയുമ്പം പിന്നെ നിന്നിട്ടേ നടക്കാൻ പറ്റുള്ളായിരുന്നു. ഒട്ടും കയറ്റം കയറത്തില്ലായിരുന്നു. കയറ്റം കയറത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഭയങ്കര ഒരു കയറ്റമാണ്. അപ്പം ഞാൻ ഒട്ടും നിൽക്കാതെ തന്നെ അങ്ങനെ കയറിപ്പോകുന്നുണ്ട്. അപ്പം എന്നാ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ആഴ്ച ഏതാ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിലാണ് ഈ ചട്ടിനോട് പ്രാർത്ഥിച്ചല്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയാണ് ഈ മകന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും. അതിനുശേഷം ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ ദിവസവും 3-4 കിലോമീറ്റർ നടക്കുന്നുണ്ട്. 3-4 കിലോമീറ്റർ നടക്കുന്നുണ്ട്. എന്നിട്ടും കഥപ്പില്ല. കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യമായിട്ട് ഇതിന്റെ എക്സ്റേയോ എന്താണെന്ന് എടുത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു നമുക്ക് കൂടെ ഒരു സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ കർത്താവ് ചെയ്യും. ഒട്ടും പണിയാൻ വയ്യായിരുന്നു തൂമ്പായെടുത്ത്. ഇന്നലെ ഒരു 2 മണിക്കൂർ തൂമ്പായെടുത്ത് കപ്പ പറിച്ചു. അങ്ങനെ കുറേ പണികൾ ചെയ്തു. എന്റെ ഈശോയെ. ഹല്ലേലൂയ.